MK മേനോന് വേണ്ടി ഹാജരാകാൻ പറ്റില്ലെന്ന് ഐസക് വക്കീൽ ഇന്ദുചൂടനെ വിളിച്ചറിയിച്ചു. കൂടെയുള്ളവർ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് സുഹൃത്ത് ജയകൃഷ്ണന്റെ കയ്യിലെ മാഗസിൻ ഇന്ദുചൂടന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിന്റെ കവർ പേജ് ഒന്ന് നോക്കിയ ശേഷം ഒരു സിറ്റിങ്ങിന് 2-3 ലക്ഷം വാങ്ങുന്ന സുപ്രീം കോടതിയിലെ നരി താൻ വിളിച്ചാൽ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് വരുമെന്ന ആത്മവിശ്വാസത്തോടെ ഇന്ദുചൂടൻ പറയുന്നു. ശേഷം മാഗസിനിലെ കക്ഷിയുടെ കവർ ഫോട്ടോ നന്ദഗോപാലമാരാർ, ഫ്രെയിമിന്റെ ഓരത്ത് കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് ഇന്ദുചൂടൻ. ഇവിടെ നിന്ന് കട്ട് ചെയ്താൽ അസലൊരാട്ട്, നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ എന്റെ രോമത്തിൽ കൊള്ളില്ലെന്ന് അലറുന്ന മാരാർ. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത നരസിംഹത്തിലെ രഞ്ജിത്ത് എഴുതിയ ഈ തീപ്പൊരി സീൻ ഇന്നും മോഹൻലാൽ മമ്മൂട്ടി ഫാൻസിന് ആവേശമാണ്. കയ്യടികളോടെയാണ് അന്നും ഇന്നും ഫാൻസ് അവർ ഒരുമിച്ചെത്തിയ ഈ സീനുകൾ ഏറ്റെടുത്തത്. സിനിമകളും സീനുകളും മാത്രമല്ല, അവർ ഒരുമിച്ചെത്തിയ എല്ലാ വേദികളും മലയാളികൾക്ക് ആവേശമാണ്. അതിലൊരാൾ മറ്റൊരാളെ പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ നല്ല സൗഹൃദം എന്തെന്നറിഞ്ഞു. നീണ്ട 17 വർഷമായി ഇവരെ ഒരുമിച്ച് ഒരു ചിത്രത്തിൽ മുഴുനീള വേഷത്തിൽ നമ്മൾ കണ്ടിട്ട്. കൈയടിക്കാൻ തയ്യാറായിക്കൊള്ളൂ, അവർ ഒരുമിച്ചെത്തുകയാണ്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പേട്രിയറ്റിൽ കുഞ്ചാക്കോ ബോബനുണ്ട്, ഫഹദുണ്ട്, നയൻതാരയുണ്ട്. പക്ഷേ ഈ മൾട്ടി സ്റ്റാററിന്റെ താരത്തിളക്കം മമ്മൂട്ടി, മോഹൻലാൽ എന്നീ പേരുകളാണ്. ഒരാൾ മറ്റൊരാൾക്ക് പകരമാകാത്ത വിധം അഭിനയ തികവുള്ളവർ, മലയാളത്തിന്റെ മഹാനടന്മാർ. സ്ക്രീനിൽ അവരെ ഒരുപാട് തവണ നമ്മൾ ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. 1981 ഇറങ്ങിയ PK ജോസഫ് ചിത്രം ഊതിക്കാച്ചിയ പൊന്നാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച ആദ്യ സിനിമ. അതേ വർഷം IV ശശിയുടെ അഹിംസയിലും രണ്ടുപേരെയും നമ്മൾ കണ്ടു. സിനിമയിൽ സുകുമാരനും രതീഷും പ്രധാന വേഷങ്ങളിലെത്തിയപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും തങ്ങളുടെ സാന്നിധ്യം കൃത്യമായി രജിസ്റ്റർ ചെയ്തു. 1982 പിന്നെ അവർ ഒന്നിക്കുന്നത്. പടയോട്ടം, ഇന്ത്യയിലെ ആദ്യ 70mm ചിത്രം. ജിജോ പൊന്നു സംവിധാനം ചെയ്ത എപ്പിക് പീരീഡ് ഡ്രാമയിൽ ചതിയനായ കമ്മാരനായി മമ്മൂട്ടി എത്തിയപ്പോൾ മകൻ കണ്ണന്റെ വേഷമായിരുന്നു മോഹൻലാലിന്. 1983 മാത്രം ഇവർ രണ്ടുപേരും 12 സിനിമകളിലെങ്കിലും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. IV ശശി, PG വിശ്വംഭരൻ, PK ജോസഫ്, ഭരതൻ എന്നിവർ ഈ നടന്മാരുടെ മാറ്റ് ഉരച്ചുകൊണ്ടിരുന്നു. IV ശശിയാണ് ഈ അതുല്യ നടന്മാരെ ഏറ്റവും കൂടുതൽ തവണ തിരയിൽ ഒരുമിച്ചെത്തിച്ചത്, 15 സിനിമകളിൽ. അതിൽ മമ്മൂട്ടി പരിക്കനായ കരുണനും മോഹൻലാൽ തൊഴിൽ രഹിതനായ ഗോപിയുമായി എത്തിയ അടിയൊഴുക്കുകൾ എടുത്തു പറയണം. MD എഴുതിയ ഈ സിനിമയിലെ അഭിനയത്തിന് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു. 86ഓടെ ഇവർ ഒരുമിച്ചെത്തുന്ന സിനിമകൾ കുറഞ്ഞു. ഒരുമിച്ച് സ്ക്രീനിലെത്തിയപ്പോഴും ക്യാമിയോ വേഷങ്ങളിൽ വന്നു പോകുന്നവയായിരുന്നു പല കഥാപാത്രങ്ങളും. മോഹൻലാലും ശ്രീനിവാസനും മത്സരിച്ച് അഭിനയിച്ച മഴ പെയ്യുന്നു മദ്ദളം കൊട്ടുന്നു എന്ന സിനിമയുടെ ക്ലൈമാക്സിൽ കയ്യും കൂപ്പി കല്യാണത്തലേന്ന് വരുന്ന മമ്മൂട്ടിയെ കാണാം. ശ്രീനിവാസനാണ് ഈ മമ്മൂട്ടിക്ക് ശബ്ദം നൽകിയത്. അതേ വർഷം ഇറങ്ങിയ കരിയിലക്കാറ്റ് പോലെ എന്ന പത്മരാജൻ ചിത്രത്തിലും അവർ രണ്ടുപേരുമുണ്ട്. പക്ഷേ സ്ക്രീനിൽ ഒരുമിച്ചെത്തുന്നില്ല. മനുവങ്കളിൽ മോഹൻലാൽ ലാലായി തന്നെ എത്തി. നമ്പർ 20 മദ്രാസ് മെയിലിൽ മമ്മൂട്ടി തിരിച്ചും. ആ മമ്മൂട്ടി പ്രസന്റ് സിനിമയുടെ കഥയുടെ പ്രധാന ഭാഗമായിരുന്നു. 1998 ഒരു മുഴുനീള കോമ്പിനേഷനിൽ മമ്മൂട്ടിയും മോഹൻലാലും തിരിച്ചെത്തുന്നത്. ഫാസിൽ ചിത്രം ഹരികൃഷ്ണൻസ്. ലീഡ് ഹരിയോ കൃഷ്ണനോ എന്ന് ഫാൻസിന് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത വിധം ബാലൻസ്ഡ് ആയാണ് രണ്ടു പേർക്കും ഫാസിൽ സ്ക്രീൻ സ്പേസ് നൽകിയത്. അവസാനം വരെ അത് പൊളിയാതിരിക്കാൻ ഇരട്ട ക്ലൈമാക്സും. മുഴുനീള വേഷങ്ങളിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച അവസാന ചിത്രം 2020 ആണ്. അല്പം മാസ് ഇൻട്രോ മോഹൻലാലിനല്ലേ എന്ന് ആരാധകർ സംശയം പ്രകടിപ്പിച്ച പടം. പിന്നെ കടൽ കടന്നൊരു മാത്തുക്കുട്ടിയിൽ ഒരു ക്യാമിയോ വേഷത്തിൽ മോഹൻലാൽ ലാലായി തന്നെ എത്തി. പിന്നീട് അങ്ങോട്ടൊരു കാത്തിരിപ്പാണ്. കാലം മാറി, സിനിമ മാറി, സിനിമ OTTയിലേക്ക് കൂടുമാറി. അഭിനയം കൊണ്ട് മമ്മൂട്ടി ഞെട്ടിച്ച വർഷങ്ങൾ, മോഹൻലാൽ ബോക്സ് ഓഫീസ് ഭരിച്ച വർഷങ്ങൾ. അപ്പോഴാണ് ആ വാർത്ത വരുന്നത്. മമ്മൂട്ടി മഹേഷ് നാരായണൻ ചിത്രത്തിൽ ഒരു സുപ്രധാന വേഷത്തിൽ മോഹൻലാൽ എത്തുന്നു. സോഷ്യൽ മീഡിയ കത്തി, ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങി. പക്ഷേ പെട്ടെന്നാണ് ആ വാർത്ത വന്നത്. അസുഖം മൂലം മമ്മൂട്ടി സിനിമയിൽ നിന്ന് ഇടവേള എടുക്കുന്നു. 7 മാസത്തോളം ആരാധകർ പ്രാർത്ഥനയോടെ കാത്തിരുന്നു. ഒടുവിൽ തന്റെ പ്രിയപ്പെട്ട ലാലുവിനൊപ്പം അഭിനയിക്കാൻ അയാൾ തിരിച്ചെത്തി, പഴയ ആ നരിയായി തന്നെ. ടീസർ അത്ര പവർഫുൾ അല്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഇത്തവണ രണ്ടു പേരും ചേർന്ന് റെക്കോർഡുകൾ അടിച്ചിടും. കാരണം ഇത്രയും കാലം കൊണ്ട് അവർ നേടിയത് ഫോളോവേഴ്സിനെ അല്ല, ഫെയ്ത്ത്, അവരുടെ വിശ്വാസമാണ്. അവർ ഒരുമിച്ചെത്തുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാലോ. ബ്ലാസ്റ്റ്.